ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബ്രാഞ്ചിങ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, ബ്രാഞ്ചിങ് ഓപ്പറേഷൻസ്. ഇതിൻ്റെ മുമ്പിലെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അരിത്തമെറ്റിക്, ലോജിക്കൽ, അതേപോലെ തന്നെ അല്ലേ, അങ്ങനത്തെ ഓപ്പറേഷൻസൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ അല്ലേ. അടുത്തത് ബ്രാഞ്ചിങ് ഓപ്പറേഷൻ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Branching instructions allow the microprocessor to change the sequential flow of the program either unconditionally or under certain conditions. ഇത് ബ്രാഞ്ചിങ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രക്ഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മളെ സി ലാംഗ്വേജിലൊക്കെ നമ്മളെ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ പ്രോഗ്രാമിൻ്റെ ഫ്ലോയിൽ എന്ത് ചെയ്യുക, ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്, അതായത് സീക്വൻഷ്യലായിട്ട് ഇങ്ങനെ പോകുന്ന പ്രോഗ്രാമിൻ്റെ ഫ്ലോയിൽ എന്ത് ചെയ്യുക, ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ കണ്ടീഷണൽ, അൺകണ്ടീഷണൽ ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, ലൂപ്പിംഗ് ആയിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? അതായത് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ പിന്നെ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. അതേപോലത്തെ വേറൊരു സംഭവം മൈക്രോ പ്രോസസ്സറിൽ വരുന്നൊരു സംഭവമാണിത്. അതാണ് അപ്പോൾ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അലോ ദ മൈക്രോ പ്രോസസ്സർ ചേഞ്ച് ദ സീക്വൻഷ്യൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ ശേഷം അടുത്ത് ചെയ്ത് അങ്ങനെ പോകുന്ന 1 by 1 ആയിട്ട് പോകുന്ന സീക്വൻഷ്യൽ ഓപ്പറേഷൻസ് എന്തുണ്ടാവും, ഒരു ചേഞ്ചസ് വരും. ആ ഫ്ലോയിൽ എന്തുണ്ടാവും, ഒരു ചേഞ്ചസ് വരും. അതെന്തുണ്ടാവും, ഒരു അൺകണ്ടീഷണലായിരിക്കും, കണ്ടീഷൻ ഇല്ലാതെ പോകുന്ന ഒരു ഇതായിരിക്കും. അല്ലെങ്കിൽ അണ്ടർ സർട്ടൻ കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഫ്ലോയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, മാറ്റം വരുന്നു. ചിലപ്പോൾ ഒരു കണ്ടീഷനും ഇല്ലാതെ അവിടെ നിന്നിട്ട് പ്രോഗ്രാമിൻ്റെ ഫ്ലോ അവിടെ നിന്ന് വേറെ സ്ഥലത്ത് നിന്ന് എന്തുണ്ടാവും, എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കും, ഇൻസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കും, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട്. ഇനി അതല്ല കണ്ടീഷൻ കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആ കണ്ടീഷന് ആ പറഞ്ഞ പോലെ ആണെങ്കിൽ അവിടുന്ന് പോയിട്ട് വേറെല്ലായിടത്ത് എന്ത് ചെയ്യും, എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇത് പറയുന്നത്. അങ്ങനെ ബ്രാഞ്ചിങ് ഇൻസ്റ്റൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ദ ഫോളോയിങ് 3 കാറ്റഗറീസ്. അങ്ങനെ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് എന്തുണ്ടാവും, മെയിനായിട്ട് 3 രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ജമ്പ് ഇൻസ്ട്രക്ഷൻസ്, രണ്ടാമത്തെ കോൾ ആൻഡ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ്, തേർഡ് റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻസ്. ഇങ്ങനെ ജമ്പ് ഇൻസ്ട്രക്ഷൻസും കോൾ ആൻഡ് റീസെറ്റ്, അതേപോലെ തന്നെ റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻസ്, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രാഞ്ചിങ് ഓപ്പറേഷൻസിന് നമുക്ക് എന്ത് ചെയ്യാം, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസിന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റത് ജമ്പിങ് ഇൻസ്ട്രക്ഷൻസ്. ജമ്പിങ് ഇൻസ്ട്രക്ഷൻസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറി. അപ്പോൾ ജമ്പിങ് ഇൻസ്ട്രക്ഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഫസ്റ്റത്തെ ഇൻസ്ട്രക്ഷൻസിൽ ജമ്പിങ് ഇൻസ്ട്രക്ഷൻസിൽ നമുക്ക് വീണ്ടും 2 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തത് അൺകണ്ടീഷണൽ ജമ്പിങ്, രണ്ടാമത് എന്തുണ്ടാവും, കണ്ടീഷണൽ ജമ്പിങ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് നോക്കാം. അൺകണ്ടീഷണൽ ജമ്പിങ് ഇൻസ്ട്രക്ഷൻസ്. അൺകണ്ടീഷണൽ ജമ്പിങ് ഇൻസ്ട്രക്ഷൻസ് അലൗ ദ പ്രോഗ്രാമർ ടു സെറ്റ് അപ്പ് കണ്ടിന്യൂസ് ലൂപ്സ്. അപ്പം അൺകണ്ടീഷണൽ ജമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ ഇല്ലാതെ എന്ത് ചെയ്യുക, ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൺകണ്ടീഷണൽ ജമ്പിങ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി താഴത്തെ കോഡ് നോക്കാം. കണ്ടോ, ഓപ്പ് കോഡ്. അൺകണ്ടീഷണൽ ജമ്പിങ്ങിൻ്റെ കോഡാണ് JMP അല്ലേ. ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറൻറ്റ് 16-bit അഡ്രസ്സാണ്. ഡിസ്ക്രിപ്ഷൻ എന്താ, ജമ്പ് ടു ദ സ്പെസിഫിക് ലൊക്കേഷൻ അൺകണ്ടീഷണലി. ഒരു പ്രത്യേക ലൊക്കേഷനിലോട്ട് എന്ത് ചെയ്യാം, ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ എക്സിക്യൂട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് JMP എന്ന് പറഞ്ഞിട്ടൊരു ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആ മുകളിലത്തെ ലൈൻ എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എന്തുണ്ടാവും, ആ പ്രത്യേക ലൊക്കേഷനിൽ ഒറ്റ ജമ്പിങ് ആണ്. അപ്പോൾ അവിടെ താഴത്തെ ഇത് എക്സിക്യൂട്ട് ചെയ്തോ ഇല്ലയെന്നില്ല, അങ്ങനെയൊന്നും നോക്കില്ല. അങ്ങനെ എന്തെങ്കിലും കണ്ടീഷന് ബേസ് ചെയ്തിട്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണോ അങ്ങനെയൊന്നും നോക്കില്ല. JMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് എന്തുണ്ടാവും, ജമ്പ് ചെയ്യും. അപ്പോൾ അത് കണ്ടീഷനോ കാര്യങ്ങളോ നോക്കുന്നില്ല, നേരെ അവിടെ ജമ്പ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഓക്കെ, അതാണ് അൺകണ്ടീഷണൽ ജമ്പിങ് എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്ന കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JMP എന്നാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് കണ്ടീഷണൽ ജമ്പിങ് ഇൻസ്ട്രക്ഷൻ. കണ്ടീഷണൽ ജമ്പിങ് ഇൻസ്ട്രക്ഷൻസ് അലോ ദ മൈക്രോ പ്രോസസ്സർ ടു മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ സർട്ടൻ കണ്ടീഷൻ ഇൻഡിക്കേറ്റഡ് ബൈ ദ ക്യാരി ഫ്ലാഗ്. അപ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JMP പോലെയല്ല, ഇത് ജമ്പ് ചെയ്യും കണ്ടീഷൻ, പക്ഷെ എന്തുണ്ടാവും അതിലൊരു ഡിസിഷൻ പറഞ്ഞിട്ടുണ്ടാവും, ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടാവും. ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം എന്തുണ്ടാവുള്ളൂ,
ഇത് ജമ്പ് ചെയ്യുള്ളൂ. ഇതും ജമ്പിങ് തന്നെയാണ്, പക്ഷേ മറ്റേതിന് മുകളിലത്തെ എന്താ ജമ്പ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് എന്ത് ചെയ്യും, ആ പറഞ്ഞ ലൊക്കേഷനിലോട്ടാണ് പോകും. പക്ഷേ ഇതങ്ങനെയല്ല, അതിലൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടാകും. ആ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രം എന്തും ജമ്പ് ചെയ്യും. ഇനി റോങ് ആയിട്ടാണ് കണ്ടീഷൻ എന്ന് വെച്ചെങ്കിൽ എന്താവില്ല, അങ്ങോട്ട് പോവില്ല. ഓക്കെ, അപ്പം ഇതിന് യൂസ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റഡ് ബൈ വേരിയസ് ഫ്ലാഗ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫ്ലാഗിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡെസിഷൻ അല്ലെങ്കിൽ ജമ്പിങ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. നമുക്കറിയാലോ, ക്യാരി ഫ്ലാഗ് ഒക്കെ ആണല്ലോ. ദ ചെക്ക് ദ ഫ്ലാഗ് കണ്ടീഷൻ ആൻഡ് ഡിസിഷൻ ടു ചേഞ്ച് ഓർ നോട്ട് ചേഞ്ച് ദ സീക്വൻഷൻ ഓഫ് ദ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ഫ്ലാഗിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യും. ആ പറഞ്ഞ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രം എന്തുണ്ടാവും, അങ്ങോട്ട് ചേഞ്ച് ചെയ്യും. അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ദ ഫ്ലാഗ്സ് യൂസ്ഡ് ബൈ കണ്ടീഷണൽ ജമ്പിങ് ഇൻസ്ട്രക്ഷൻസ് ആർ. അപ്പോൾ ഈ കണ്ടീഷണൽ ജമ്പിങ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്ന ഫ്ലാഗുകൾ ഏതൊക്കെയാണ്? ക്യാരി ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്. നമ്മൾ ഫ്ലാഗ് രജിസ്റ്റർ പറഞ്ഞിട്ടില്ലായിരുന്നു, അതിൽ പറഞ്ഞ ഫ്ലാഗുകളായിട്ടുള്ള ക്യാരി ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്. ഈ 4 ഫ്ലാഗിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണ്ടീഷണൽ ജമ്പിങ്ങിൻ്റെ കണ്ടീഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതെങ്ങനെയെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിൽ ടേബിൾ രൂപത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വിശദമായിട്ട് നമുക്ക് ഇതിൽ മനസ്സിലാവും. ഫസ്റ്റത്തെ നോക്കിയേ, ഓപ്പ് കോഡ് JMP. നേരത്തെ നമ്മൾ പറഞ്ഞ അത് ഒന്നുകൂടെ ഇവിടെ പറഞ്ഞാണ്, ജമ്പ് ദ സ്പെസിഫിക് ലൊക്കേഷൻ അൺകണ്ടീഷണലി. അത് അൺകണ്ടീഷണലായിട്ട് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു. അടുത്ത് നോക്കിയേ, JC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പ് ഓൺ ക്യാരി അല്ലേ, ജമ്പ് ഓൺ ക്യാരി ഈഫ് റിസൾട്ട് ജനറേറ്റഡ് ക്യാരി ആൻഡ് CY = 1. അപ്പോൾ ക്യാരി ഫ്ലാഗ് ആയിട്ടുള്ള CYയിൽ അല്ല, JC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരി ഫ്ലാഗ് 1 ആണെങ്കിൽ മാത്രം അവിടുന്ന് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക എന്നാണ്. JC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിങ്ങനെ കോഡിൻ്റെ അടിയിൽ JC എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, പ്രോഗ്രാം എന്ത് ചെയ്യും, എക്സിക്യൂഷൻ എന്തുണ്ടാവും, നേരെ CY എന്നുള്ള ക്യാരി ഫ്ലാഗിൽ പോയി നോക്കും. ക്യാരി ഫ്ലാഗിൽ എന്തുണ്ടാവും, 1 ആണെങ്കിൽ മാത്രം അവിടുന്ന് എന്ത് ചെയ്യും, ആ പറഞ്ഞ ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, JNC. അതും ക്യാരി ഫ്ലാഗിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ജമ്പിങ് നടക്കുന്നത്. പക്ഷേ എന്താണ്, JNC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരി ഫ്ലാഗ് 0 ആണെങ്കിൽ മാത്രം ജമ്പ് ചെയ്യാം. JC എന്താണ്, ക്യാരി ഫ്ലാഗ് 1 ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അവിടുന്ന് ജമ്പ് ചെയ്യാം. JNC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരി ഫ്ലാഗ് 0 ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടുന്ന് ജമ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് അടുത്ത് JZ അല്ലേ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ഫ്ലാഗ് ഉണ്ടല്ലോ അല്ലേ, Z ഫ്ലാഗ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താണ്, Z ഫ്ലാഗ് 1 ആണെങ്കിൽ അവിടുന്ന് ജമ്പ് ചെയ്യാം. JNZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ഫ്ലാഗ് അല്ല, Z ഫ്ലാഗ് 0 ആണെങ്കിൽ അവിടുന്ന് ജമ്പ് ചെയ്യാം. JZ ആണെങ്കിൽ സീറോ ഫ്ലാഗ് അല്ല, Z ഫ്ലാഗ് 1 ആണെങ്കിൽ ജമ്പ് ചെയ്യും. JNZ ആണെങ്കിൽ Z ഫ്ലാഗ് 0 ആണെങ്കിൽ എന്ത് ചെയ്യുക, ജമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് JP അതുപോലെ തന്നെയാണ് 16 JP ഓൺ പ്ലസ്. അപ്പോൾ JP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഫ്ലാഗിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, JP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പ് പോസിറ്റീവ് പ്ലസ് അല്ലെങ്കിൽ പ്ലസ് ആണ്. JM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പ് മൈനസ് എന്നാണ്. അതായത് മൈനസും പ്ലസ്സും മൈനസും നമ്മൾ ഏത് ഫ്ലാഗാണ്, സൈൻ ഫ്ലാഗാണ്. S ഫ്ലാഗിനെ ബേസ് ചെയ്ത് അങ്ങനെ നമ്മൾ ചെയ്യുന്നിട്ടുണ്ടാവുക. അപ്പോൾ JP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, S ഫ്ലാഗ് 0 ആണോ നോക്കും. 0 ആണെങ്കിൽ എന്താ, പോസിറ്റീവ് നമ്പർ എന്നുള്ള അർത്ഥത്തിലാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അതല്ല JM കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഫ്ലാഗ് 1 ആണെങ്കിൽ S ഫ്ലാഗ് 1 ആണെങ്കിൽ എന്ത് ചെയ്യും, ജമ്പ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ JPE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പ് ഈവൻ പാരിറ്റി. മനസ്സിലായോ? അപ്പോൾ പാരിറ്റി ഫ്ലാഗ് പിയിൽ എന്ത് ചെയ്യാം, 1 ആണെങ്കിൽ ഈവൻ പാരിറ്റി ആണല്ലോ. JPE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പ് പാരിറ്റി ഈവൻ. അടുത്ത് JPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പ് പാരിറ്റി ഓഡ് ആണെങ്കിൽ ജമ്പ് ചെയ്യുക. പാരിറ്റി ഓഡ് ആണെങ്കിൽ ജമ്പ് ചെയ്യുക എന്നുള്ള രൂപത്തിലാണ്. ഇങ്ങനെയാണ് കണ്ടീഷണലായിട്ടുള്ള ജമ്പിങ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? മുകളിൽ പറഞ്ഞ JMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ജമ്പിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. JMP എന്ന് പറഞ്ഞിട്ട് ഒരു ലൊക്കേഷൻ കൊടുക്കും, അപ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്യും. താഴത്തോ JC എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാവും, ഒരു ലൊക്കേഷൻ കൊടുക്കും, അപ്പോൾ ആ ലൊക്കേഷനിലോട്ട് മുകളിലത്തെ എന്താ, നേരെ ആ ലൊക്കേഷനിലോട്ട് പോകും. JC എന്ന് പറഞ്ഞിട്ട് ആ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ ആ ലൊക്കേഷനിലോട്ട് പോകും. എങ്ങനെ? അതായത് ക്യാരി ഫ്ലാഗ് 1 ആണെങ്കിൽ മാത്രം മൂവ് ചെയ്യും. മനസ്സിലായില്ലേ? ഇതാണ്
നമ്മൾ പറഞ്ഞ കണ്ടീഷണൽ ജമ്പിങ് അതേപോലെ തന്നെ അൺകണ്ടീഷണൽ ജമ്പിങ്. അടുത്തത് കോൾ ആൻഡ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ്. കോൾ ആൻഡ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സി ലാംഗ്വേജിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫങ്ഷൻസ് അല്ലേ, ഫങ്ഷൻ കോളിംഗ് ഒക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ ഒരു സംഭവമാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കോൾ ആൻഡ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് ഇൻ 8085 ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സബ് റൂട്ടീൻ ടെക്നിക്സ്. സബ് റൂട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ്റെ അതുപോലെ തന്നെ സബ് റൂട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ടു എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാവും, ഒരു ലാബിൽ കൊടുക്കും. ആ ലാബിലോട്ടാണ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. മനസ്സിലായി? ലാബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫംഗ്ഷനെ പോലെ തന്നെയാണ് ഈ സബ് റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് അവിടുന്ന് എന്ത് ചെയ്യുക, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. വെൻ ദ കോൾ ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ്, കോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ പറയുന്നുണ്ടാവും, അങ്ങോട്ട് എന്ത് ചെയ്യും, പോവാന്നുള്ള അർത്ഥത്തിലാണ്. ഇൻ 8085 സ്റ്റോർ ദ കണ്ടൻറ്റ് ഓഫ് ദി പ്രോഗ്രാം കൗണ്ടർ ഓൺ ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടൻറ്റ് എന്താണോ ആ കണ്ടൻറ്റൊക്കെ എന്തുണ്ടാവും, സ്റ്റാക്കിൻ്റെ ടോപ്പിലോട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. കാരണം എന്ത് ചെയ്യുക, ഇവിടുന്ന് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഇവിടുന്ന് ജമ്പ് ചെയ്തിട്ട് വേറെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവാം. അങ്ങനെ വരുന്ന സമയത്ത് എന്തുണ്ടാവും, പ്രോഗ്രാം കൗണ്ടറിലെ സംഭവം എന്തുണ്ടാവും, സ്റ്റാക്കിൻ്റെ ടോപ്പിലോട്ട് എന്തുണ്ടാവും, രജിസ്റ്റർ ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്തതിന് ശേഷം എന്തുണ്ടാവും, അവിടുന്ന് മൂവ് ചെയ്യും. അതേപോലെ തന്നെ ട്രാൻസ്ഫർ ദ പ്രോഗ്രാം ടു ദ ലൊക്കേഷൻ ഓഫ് ദ സബ് റൂട്ടീൻസ്. അങ്ങനെ എന്തുണ്ടാവും, പിന്നെ അടുത്ത് എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ പ്രോഗ്രാം കൗണ്ടറിലുള്ള സംഭവങ്ങൾ എന്തുണ്ടാവും, സ്റ്റാക്കിൻ്റെ ടോപ്പിലോട്ട് സ്റ്റോർ ചെയ്തതിന് ശേഷം എന്തുണ്ടാവും, പ്രോഗ്രാം എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. എങ്ങോട്ട്, ആ പറഞ്ഞ പർട്ടിക്കുലർ സബ് റൂട്ടീനിലോട്ട് എന്തുണ്ടാവും, പ്രോഗ്രാം എന്തുണ്ടാവും, പോകും. ട്രാൻസ്ഫർ ദ പ്രോഗ്രാം ടു ദ ലൊക്കേഷൻ ഓഫ് ദി സബ് റൂട്ടീൻ. സബ് റൂട്ടീനിൽ പറഞ്ഞ ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യും. ഇനി ഇത് കോളിൻ്റെ പറഞ്ഞു. ഇനി റിട്ടേൺ ആണെങ്കിലോ, കോൾ ആൻഡ് റിട്ടേൺ ആണല്ലോ. റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഇൻസേർട്ട് ദ എലമെൻറ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ടു ദ ആണ്, TW അല്ല TO ആണ് കേട്ടോ, ടു ദ പ്രോഗ്രാം കൗണ്ടർ. റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് വരുമ്പോൾ തിരിച്ചെന്തുണ്ടാവും, നമ്മൾ പോയ ലൊക്കേഷനിലോട്ട് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പ്രോഗ്രാം കൗണ്ടറിലെ സംഭവം സ്റ്റാക്കിക്ക് നമ്മൾ ടോപ്പിക്ക് വെച്ചിരുന്നല്ലോ, ആ സംഭവം തിരിച്ചെന്തുണ്ടാവും, സ്റ്റാക്കിലില്ലേ സംഭവം എന്തുണ്ടാവും, തിരിച്ച് പ്രോഗ്രാം കൗണ്ടറിലോട്ട് എന്തുണ്ടാവും, ഇങ്ങോട്ട് തന്നെ മാറ്റും. കാരണം പ്രീവിയസ് എവിടെയാണോ പ്രോഗ്രാം നിർത്തി അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ഡാറ്റനെ യൂസ് ചെയ്യണം. അപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിലിട്ട സംഭവം എന്തുണ്ടാവും, തിരിച്ച് പ്രോഗ്രാം കൗണ്ടറിലോട്ട് തന്നെ കൊണ്ടുവരും. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന കോഡുകളാണ് ഓപ്പ് കോഡ്, എന്താണ് CALL, കോൾ. അതാണ് ജംപ് ദ കണ്ടീഷൻ ടു ദ മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈ ദ അഡ്രസ്സ്. അപ്പോൾ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഡ്രസ്സ് കൊടുക്കുക, അങ്ങോട്ട് എന്ത് ചെയ്യും, അത് പോകും. അതേപോലെ തന്നെ റിട്ടേൺ വേണ്ടിയിട്ട് RET ആണ് റിട്ടേണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പ് കോഡ്. ക്ലിയർ ആയില്ലേ? അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. Restart instructions. Restart instruction is in 8085 is associated to the interrupt techniques. There are sequential same as well as call instructions. ഓക്കെ, ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അഡ്രസ്സുകളൊക്കെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RST എന്നാണ്. RST ഓപ്പറേഷൻ 0 മുതൽ 7 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. RST 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ 0 ലൊക്കേഷനിൽ എന്താവും, അഡ്രസ്സ് എന്താവും 000H ആയിട്ട് എന്തുണ്ടാവും, സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ RST 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഇപ്പോഴത്തെ ടേബിളിൽ പറഞ്ഞിട്ടില്ല, ആ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു രജിസ്റ്ററും അല്ലെ അഡ്രസ്സ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റീസ്റ്റാർട്ട് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ എന്നാൽ താങ്ക് യു.